ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ്. എല്ലാ ദിവസവും ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് മാനിഫെസ്റ്റേഷൻ വീഡിയോ ഇടുന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ കുറേ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വഴിയാണ് സംഭവിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടെ ഇടുന്നത്. കാരണം നിങ്ങൾക്കും അതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ 100% സക്സസ് വരികയാണെങ്കിൽ അത് എനിക്കും ഭയങ്കര ഹാപ്പിയാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള എനർജി, അതിനോടൊപ്പം തന്നെ പോസിറ്റീവ് കുറത്രയുള്ളൊരു പോസിറ്റീവ് ആണെങ്കിൽ അതുക്കും മേലെ കുറേ നെഗറ്റീവ് എനർജിയും കൂടെ കാണും. അപ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എല്ലാവരിലേക്ക് അബ്സോർവ് ചെയ്ത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങൾ, കാര്യങ്ങൾ, കടം, അങ്ങനെ ഇങ്ങനെ രോഗം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറിയിട്ട് ലൈഫ് കുറച്ചൊന്ന് സ്മൂത്തായിട്ട് പോകുന്നതിനും കുറച്ച് നമുക്കൊരു ജീവിതത്തിൽ കുറേ വെൽത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ചാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മന്ത്രമുണ്ട്. അപ്പോൾ ആ മന്ത്രത്തിൻ്റെ പേര് ഹോ ഓപ്പനോ ഓപ്പനോ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ പേര്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവരായിട്ട് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറെക്കുറെ ആൾക്കാർക്കും ഈ ഒരു മന്ത്രം അറിയാം. ഇതൊരു മാനിഫെസ്റ്റേഷൻ രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒന്നാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഇങ്ങനെ ആകാശത്തിനടുത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മന്ത്രവും കാര്യങ്ങളും ഒന്നല്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ 100% പറയുകയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സക്സസ് ആവുന്നുണ്ടോ, അത് എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ദിവസം മാത്രമല്ല ഞാൻ പറയുന്നത്, ചിലത് ഞാൻ പറയാറുണ്ട് 24 മണിക്കൂർ ട്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് നടക്കും. ഇപ്പം 1 hourൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും പോസിറ്റീവ് നടക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ പറയുന്നത് കണ്ടിന്യൂസ് നമ്മൾ ഈ ഒരു മന്ത്രം ഉരുവിട്ട് നോക്കുക. ഒരു ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പിന്നെ കണ്ടിന്യൂസ് നല്ല രീതിയിലൊരു പോസിറ്റീവ് എനർജി നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ മന്ത്രം കണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറയാം. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പുറത്ത് കളയുന്നു, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ പുറത്ത് കളയുന്നു. ഇനി യൂണിവേഴ്സുമായിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മന്ത്രം തന്നെയാണ് ഈ ഒരു ഹോ ഓപ്പനോ ഓപ്പനോ എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം. ഇത് നമ്മൾ കണ്ടിന്യൂസ് ഉരുവിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എങ്ങനെയാണ് ഈ ഹോ ഓപ്പനോ എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം വന്നത്, ഇതിൻ്റെ ഒരു ആവിർഭാവം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഒറിജിൻ ചെയ്തത് എന്ന കാര്യമാണ് ആദ്യം പറയുന്നത്. സോ അത് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്കൊന്ന് അതൊന്ന് വിശ്വാസമാവട്ടെ. കാരണം കുറേ പേർക്ക് അതിനെ പറ്റിയിട്ട് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം, ചിലപ്പോൾ അറിയാമായിരിക്കാം. എങ്കിലും ഞാൻ ഒന്ന് പറയുകയാണ്. ഇത് ഹവായി എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് പുരാതന ഹവായിലാണ് ആദ്യമായിട്ട് ഈ ഒരു മന്ത്രം ഉരുവിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു മന്ത്രം ഉരുവിട്ട് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹവായിൽ അവിടെയുള്ള മിക്ക സ്ഥലങ്ങളിലും ഒരു വിധത്തിലുള്ള നെഗറ്റീവ്സ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളുണ്ടായി. അവരിൽ തന്നെ കുറേ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഈ പുരാതന ഹവായിക്കാർ എന്ത് ചെയ്തു, ഈ ഹോ ഓപ്പനോ എന്ന് പറയുന്നുള്ള ഈ ഒരു മന്ത്രം നന്നായിട്ട് ജപിക്കാൻ തുടങ്ങി. ഈ മന്ത്രം ഉരുവിടുന്നതിനനുസരിച്ച് അവരിലെ നമ്മുടെ പോസിറ്റീവ് എനർജി വന്നിട്ട് നെഗറ്റീവ് എനർജി പുറന്തള്ളപ്പെട്ടു എന്നാണ് ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഈ മന്ത്രം പിന്നീട് പല ആധുനിക രീതിയിലുള്ള വിദഗ്ധരും പല രീതിയിലും അത് മാറ്റി അവരുടെ ലൈഫിൽ, അതായത് അത് പിന്നീട് ഒരു മന്ത്രം എന്ന രീതിയിൽ പിന്നീട് കൊണ്ടുവന്നു. പല ആൾക്കാരും അത് അവരുടെ ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വെൽത്ത് ഉണ്ടാവുന്നതിന്, നമുക്ക് നല്ല ക്ഷേമം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി വെറുതെ ഇരുന്ന് ഹോ ഓപ്പനോ എന്നല്ല പറയുന്നത്, ഇത് പറയുന്ന കൃത്യമായിട്ടുള്ള രീതിയുണ്ട്. ഇനി ഇതിന് കൃത്യമായിട്ടൊരു സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു സമയമൊന്നും ഇല്ല. പക്ഷേ ഞാൻ വഴി എന്താണെന്ന് പറഞ്ഞുതരാം. സമയമൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഉരുവിടാം. അതായത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ്, പെട്ടെന്ന് നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സംഭവം സംഭവിച്ചു. അപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് നമ്മൾ ചാൻറ്റ് ചെയ്യുകയാണ് ഹോ ഓപ്പനോ ഹോ ഓപ്പനോ എന്ന് നമ്മൾ ചാൻറ്റ് ചെയ്യാണ്. ഇത് നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വെറുതെ നമ്മൾ ഇരുന്നല്ല മന്ത്രം ജപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജപിക്കുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. മാക്സിമം ബിലീവ് ചെയ്ത് മാത്രം ജപിക്കുക, അല്ലാത്ത പക്ഷം നിങ്ങൾ ജപിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളവരും എന്തായാലും ബുദ്ധിമുട്ടുള്ള
ഒരുപാട് പേര് കാണും. ഇവർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ജപിച്ച് നോക്കൂ. ഞാൻ എന്തായാലും ഇതെങ്ങനെയാണ് ജപിക്കുന്നത് ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എങ്ങനെയാണ് ഡീറ്റെയിൽ ആ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ നിങ്ങൾ ചാൻറ്റ് ചെയ്താൽ മതി. ഇനി എപ്പോഴാണ് ഇത് ചാൻറ്റ് ചെയ്യുന്നത് ഞാൻ ഞാൻ പതുക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ചില കാര്യങ്ങൾ വിട്ടു പോകുന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇത് ചാൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് 10 മുതൽ 10 മുതൽ നമുക്ക് അങ്ങോട്ട്, അതായത് 108 പ്രാവശ്യം ചെല്ലുന്നതും ഏറ്റവും നല്ലതാണ്. ഒരു ദിവസം 108 പ്രാവശ്യം ചെല്ലുക. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര നേരം കംഫർട്ടബിൾ ആയിട്ട് ചൊല്ലാൻ പറ്റുന്നോ അത്രയും നേരം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മളിത് ചെല്ലുന്നത്? നിന്നിട്ടല്ല കേട്ടോ നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കുന്നത്. ഈ ഹോ ഒപ്പനോ ഒപ്പനോ എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം നമ്മൾ നിന്നിട്ടല്ല ജപിക്കുന്നത്. നമ്മളിത് ഏതെങ്കിലും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ ആദ്യം ഇരിക്കുക. പിന്നെ നമ്മുടെ ഐസ്, നമ്മുടെ കണ്ണുകൾ പതിയെ അടയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുക. ഈ ഒരു മന്ത്രം ജപിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്ത് കിട്ടാനാണോ ആഗ്രഹിക്കുന്നത്, അത് കിട്ടണേ എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് കിട്ടി എന്ന് വെച്ചുകൊണ്ടാണ് ഈ ഒപ്നോ ഒപ്നോ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഉരുവിടുന്നത്. പക്ഷേ ഇനി നമുക്ക് കിട്ടാനുള്ളൊരു കാര്യമാണ്. ഇപ്പം നമുക്കൊരു നെഗറ്റീവ് എനർജി അവിടെ സംഭവിച്ചു. അപ്പോൾ ആ നെഗറ്റീവ് എനർജിയെ കളയാനാണെങ്കിൽ എന്താണ്, ആ സ്പോട്ടിൽ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, ചാൻറ്റ് ചെയ്യുന്നു. അതായത് സഡനായിട്ട് രാവിലെ തൊട്ട് എനിക്ക് ഭയങ്കര ഇതാണ്, തലവേദന എടുക്കുന്നത്, എനിക്ക് ഭയങ്കര ഇതാണ്, ടോട്ടലി ഞാനങ്ങ് ഡിസ്റ്റർബ് ആയിട്ടിരിക്കുവാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് ചാൻറ്റ് ചെയ്യുക. ഇതൊന്ന് ചാൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് നമ്മളിങ്ങനെ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി അവിടെ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ വെറുതെ ഇരിക്കുന്നവർക്കാണെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഹോ ഒപ്പനോ ഒപ്പനോ എന്ന് പറയുന്ന ഒരു ചാൻറ്റ്. ഇനി ഇതിന് ഞാൻ പറഞ്ഞു സമയമൊന്നുമില്ല, പക്ഷേ ഞാൻ ചാൻറ്റ് ചെയ്യുന്നൊരു സമയം പറയാം. അതായത് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് കണക്കാക്കി നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം അത് ഏഞ്ചൽ നമ്പറാണ്. ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1111 എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1111 ഓൾസോ എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ്. സോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു നമ്പർ പറയുകയാണ്, 444 444. ഓക്കെ, 4:44 AM ആണ് പറയുന്നത് അതിരാവിലെ. നമ്മൾ രാവിലത്തെ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതിരാവിലെയുള്ള ആ ഒരു മുഹൂർത്ത സമയത്ത് 4:44 ആ ഒരു സമയത്ത് നമ്മളിത് ചാൻറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചാൻറ്റ് ചെയ്യുക. അത് നടന്നു എന്ന് മനസ്സിൽ കണ്ട് തന്നെ ചാൻറ്റ് ചെയ്യുക. ഇനി ഹോ ഒപ്പനോ ഒപ്പനോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നന്ദി. നമ്മൾ അതിൻ്റെ മീനിങ് കുറേ 3-4 മീനിങ്സ് ഉണ്ട്. അതിൽ മെയിൻ പറയുന്നത് നമ്മൾ നന്ദി പറയുകയാണ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുകയാണ്. അതായത് നന്ദിയുണ്ട് എല്ലാം ചെയ്യാൻ കഴിഞ്ഞല്ലോ. അപ്പം നന്ദി നമ്മൾ അങ്ങോട്ട് പറയുകയാണ്. എന്നാൽ കഴിയുന്ന എന്തെങ്കിലും, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരുന്നു, ആ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചു തരണേ, നന്ദി എന്ന് നമ്മൾ പറഞ്ഞിട്ട് പറയുന്നതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അത് നന്ദി പറയുവാണ്. ഹോ ഒപ്പനോ ഒപ്പനോ നമ്മളെന്താണ്, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അതായത് നന്ദി പറയാണ്, തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി തന്നതിന് നന്ദി എന്ന് പറയുവാണ്. അപ്പം നന്ദി പറഞ്ഞുകൊണ്ടാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കണ്ടിന്യൂസ് ചെയ്ത് നമ്മൾ ഉരുവിടുന്നത്. അതായത് ഹോ ഒപ്പനോ ഒപ്പനോയുടെ മീനിങ് തന്നെ അത് തന്നെയാണ്. നമ്മൾ നന്ദി, അല്ലെങ്കിൽ നമ്മളൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുകയാണ്. നമ്മൾ ആർക്കാണ്, പ്രപഞ്ചത്തിനാണ് നമ്മൾ നന്ദി പറയുന്നത്. അപ്പോൾ ഈ ഹോ ഒപ്പനോ ഒപ്പനോ എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം നമ്മൾ കറക്റ്റായിട്ട് ജപിക്കുന്നത് കൊണ്ട് നമ്മൾ യൂണിവേഴ്സുമായിട്ടുള്ള ഡയറക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടാവും. നമുക്ക് കിട്ടാണ്ടിരുന്ന മണിയാണെങ്കിലും, കിട്ടാണ്ടിരുന്ന കുറേ പ്രശ്നങ്ങളാണെങ്കിലും, മണിയാണോ, ഇപ്പം വേറെ എന്ത് ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഹോ ഒപ്പനോ ഒപ്പനോ എന്ന് പറയുന്നിട്ടുള്ള ഇതുകൊണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ പരീക്ഷയൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവന്നിട്ട് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ അസുഖങ്ങൾ കാര്യങ്ങളുള്ളവർ മരുന്ന് കഴിക്കുക, അതാണ് ആദ്യം ഞാൻ പറയുന്നത്. മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുക, കണ്ടിന്യൂസ് നല്ല രീതിയിൽ മെഡിസിനും ഒക്കെ എടുത്തു പോവുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക, യൂണിവേഴ്സുമായിട്ടൊരു പ്രോപ്പറായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി വെക്കാം. നല്ല രീതിയിൽ വിശ്വാസങ്ങൾ ഉണ്ടാക്കി വെക്കുക, അതായത് നല്ല രീതിയിൽ വിശ്വസിക്കുക. പിന്നെ ഈ അസുഖങ്ങൾ മറ്റുള്ളവർക്ക് അസുഖം മാറാനും വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവർക്കാണ്
ആണെങ്കിൽ കണ്ടിന്യൂസ് ഈ ഒരു നമ്മൾ അവർക്ക് എന്തായാലും നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായി സാധിക്കും. നമ്മൾ മെഡിസിൻ എടുക്കുന്നു, അവർക്ക് നല്ല പോസിറ്റീവ്നെസ് കൊടുക്കുന്നു, പോസിറ്റീവ് മൈൻഡ് കൊടുക്കുന്നു. അപ്പോൾ ഈ അവർക്കും എന്താണ് ഇത് ചാൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ശരീരത്തിൽ ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ അനുഭവപ്പെടും. അതായത് വൈബ്രേഷൻ എന്ന് പറയുമ്പം വേറൊന്നുമല്ല, ഇങ്ങനെ നടന്ന് ഇങ്ങനെ അനങ്ങുന്ന വൈബ്രേഷൻ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പോസിറ്റീവായിട്ടൊരു മൈൻഡ് കൊണ്ടുവരും. ഇനി നമ്മൾ പറഞ്ഞ സമയം 4:44, പിന്നെ അതുപോലെ തന്നെ 4:44 എന്ന് പറയുന്ന സമയത്തിന് നമുക്ക് ചെയ്യാം. ആ സമയം അതുപോലെ തന്നെ 11 മണി, അങ്ങനെ നമുക്ക് ഏഞ്ചൽ നമ്പേഴ്സായിട്ട് വരുന്ന സമയങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ സമയങ്ങൾക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുകൂടാതെ നമ്മളിത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്, ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് കണ്ണൊക്കെ അടച്ചിട്ട് ഭയങ്കര കാമായിട്ടിരുന്ന് വേണം ഇത് ചെയ്യാൻ. ഒരുപാട് തിരക്കുള്ള പ്ലേസിൽ ഇരുന്ന് മാക്സിമം ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടൊരു പ്ലേസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് കണ്ടെത്തി വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഇനി ഇത് ചെയ്യുമ്പോൾ 100% ഞാൻ ഉറപ്പ് പറയുവാണ്, നമുക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. ഒത്തിരി പോസിറ്റീവ് എനർജി ലൈഫിൽ നടക്കാതെ പോയ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. അപ്പോൾ ഇത് ചാൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് ബിലീവ് ചെയ്യുക. മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഒന്ന് ബിലീവ് ചെയ്യുക. നമ്മൾ നന്ദി പറയുകയാണ്, വെറുതെ അല്ല, നമ്മൾ നന്ദി പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നന്ദി പറഞ്ഞ് അവസാനം നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് നമുക്ക് തരും. ഇത് ഓരോ ദിവസവും എത്ര പ്രാവശ്യമാണ് ചെല്ലുന്നതെന്ന് പറയുമ്പോൾ 108 പ്രാവശ്യം ചെല്ലാം, 10 മുതൽ 11 പ്രാവശ്യം ചെല്ലാം, 11 തൊട്ട് 15 പ്രാവശ്യം ചെല്ലാം. അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണ് പറ്റുന്നത് ആ സമയത്തൊക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടിന്യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. ഇതൊരു മാജിക്കൽ ആയിട്ടുള്ളൊരു മന്ത്രം തന്നെയാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഒപ്പണോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മന്ത്രം നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പല ഗൂഗിളിലും പല ഇതിലും ഇതിനെ പറ്റിയിട്ട് കുറേ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ചാൻറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം, വിശ്വസിക്കാത്തവർ അത് ചിലപ്പോൾ കളിയാക്കാനായിട്ട് മാത്രം നിൽക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വിശ്വസിക്കുന്നവർ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത പൈസയാണെങ്കിലും പ്രതീക്ഷിക്കാതെ നമുക്കിപ്പം ആരെങ്കിലും നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പല കാര്യങ്ങളും നമുക്ക് തിരിച്ചു കിട്ടി. അവരുടെ മൈൻഡിൽ ഒരു പോസിറ്റീവ് എടുത്ത് പണം നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് അങ്ങനെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഇട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും ആ നിൽക്കുന്ന ഒരാൾ ഈ ഒരു ഇതൊന്ന് ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക്, അതായത് അവിടെ 2 സോള് തമ്മിൽ നമുക്കൊന്ന് കണക്ഷൻ ആക്കാൻ പറ്റും. അതായത് നമ്മുടെ ബോഡി തമ്മിൽ അറിയാതെ നമ്മുടെ ഉള്ളിലെ സോള് തമ്മിൽ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കും. ആ കണക്ഷൻ വഴി പതുക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നതാണെങ്കിലും എന്തെങ്കിലും നിസ്സാര കാര്യത്തിനായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയത്. അപ്പോൾ അങ്ങനെ നിസ്സാര കാര്യമാണെങ്കിൽ ഇപ്പം നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് എത്രയൊക്കെ ജപിച്ചു കഴിഞ്ഞാലും നമുക്ക് എത്രയൊക്കെ മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കിപ്പം കൊള്ളാത്തതാണെങ്കിൽ ഒരിക്കലും പ്രപഞ്ചം നമ്മുടെ കൂടെ കൂട്ടിച്ചേർക്കത്തില്ല എന്നാണ് പറഞ്ഞത്. പ്രപഞ്ചം കൊള്ളാത്തതാണെങ്കിൽ നമുക്ക് വിധിച്ചിട്ടില്ലാത്തതാണ് നമ്മളെ വിട്ടു പോകുന്നത്. നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളെ വിട്ടു പോവുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ആപ്റ്റാണ് എന്ന്, അല്ലെങ്കിൽ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ പോയിട്ടുള്ള പല ബന്ധങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു ചാനലിലൂടെ ഈ ഒരു മന്ത്രത്തിലൂടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്കും ഡെയിലി ഇത് നമുക്ക് ജപിക്കാവുന്നതാണ്. രാവിലെ മുതൽ രാവിലെയും ജപിക്കാവുന്നതാണ്, രാത്രിയും ജപിക്കാവുന്നതാണ്, വൈകുന്നേരവും ജപിക്കാവുന്നതാണ്. വൈകുന്നേരം ഞാൻ വളരെ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, കാരണം ഒത്തിരി തിരക്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കത് എടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ രാവിലെയും രാത്രിയും, രാവിലെ എന്ന് പറയുന്നത് അതിരാവിലെ ആയിരിക്കണം, രാത്രി എന്ന് പറയുന്നത് ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈം ഉണ്ടല്ലോ, 10-11 മണി ആ ടൈം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നോക്കിയിട്ട് ഈ ഒരു ചാൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ വേറെ ഇതിന് എല്ലാവർക്കും ചെയ്യാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാൻറ്റ് എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളൊരു മന്ത്രമാണ്. അതായത് ചില മന്ത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചില പാട്ടുകൾ നിങ്ങൾ അമ്പലത്തിലൊക്കെ ഇടുന്ന പാട്ടുകളാണെങ്കിലും ചർച്ചിലിടുന്ന ചില പാട്ടുകളും സോങ്സും ഒക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ, ചില സോങ്സ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതായത് ഞാൻ എൻ്റെ ഒരു ഇത് പറയാം, അതായത് നമ്മളിങ്ങനെ ഐഗിരി നന്ദിനി എന്ന് പറയുന്നിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു പോസിറ്റീവ്, എവിടുന്നോ ഇല്ലാതെ ഒരു രോമാഞ്ചം, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൊണ്ടുവരില്ലേ. അപ്പോൾ അതുപോലെയുള്ളൊരു ഇതാണ്. അതായത് ചില പാട്ടുകൾ, ചില കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ബോഡി ഫുള്ളൊരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നത്. ആ വൈബ്രേഷനാണ് തനിയെ നമുക്ക് സക്സസ് എന്ന പാത്തിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ബിലീവ് ചെയ്യുക.
ചെയ്യുക, നമ്മുടെ മൈൻഡിൽ ആ ഒരു കാര്യം ഉറപ്പിക്കുക, എനിക്കത് പറ്റും. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് നടക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡിലേ മാനിഫെസ്റ്റേഷനായിട്ട് ഭയങ്കര ഡിലേഡ് ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷനാണ് അവർക്ക് അവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഡിലേ ആണ്, അവർക്ക് അല്പം ഒന്ന് താമസിച്ച് കഴിഞ്ഞാൽ അവർക്ക് നടക്കും. പക്ഷേ താമസിച്ചു എന്ന് വെച്ചിട്ട് നടക്കുന്നില്ല എന്ന് വെച്ചിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യരുത്. കണ്ടിന്യൂസ് ആ ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് സക്സസ് ആയിട്ട് വരത്തുള്ളൂ. നമ്മൾ പകുതി വെച്ചിട്ട് ഡ്രോപ്പായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് നടക്കാൻ പോകുന്നില്ല. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഫോക്കസ് ചെയ്യുക, ഫോക്കസ് വിട്ടു പോകരുത്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മാക്സിമം അതിനു വേണ്ടി എഫേർട്ട് ഇടുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാജിക്കലായിട്ടുള്ള ഈ ഒരു മന്ത്രം പ്രോപ്പറായിട്ട് ചൊല്ലുക. ഇനി ഈ മന്ത്രം പ്രോപ്പറായിട്ട് ചൊല്ലുന്നതിനും ഇതിനകത്ത് കുറച്ച് അഫോമേഷൻസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ മന്ത്രത്തിൻ്റെ അകത്ത് അഫോമേഷൻസ് കാര്യങ്ങൾ യൂസ് ചെയ്യണം, എന്തൊക്കെയാണത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഇപ്പം തന്നെ നിങ്ങൾ ഉരുവിടുന്നുണ്ടെങ്കിൽ, ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടിരുന്നാൽ മതി. ഓപ്പനോ എന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹായ്, അല്ലെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്, ഒരു ഡൗട്ട് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടിരുന്നാലും മതി. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.